ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ദേവിക. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എനിക്ക് മീഡിയം എക്സാം ആയിട്ടാണ് തോന്നിയത്. അത്ര വലിയ ടഫൊന്നും ആയിരുന്നില്ല. പക്ഷെ കുറേ പേര് പറയുന്നുണ്ട് ടഫാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് എഴുതാം, ആൻസർ ഷീറ്റിലേക്ക് എഴുതാതാകുമ്പോൾ വെട്ടൊന്നും വേണ്ടി വരില്ലല്ലോ, അങ്ങനെ വിചാരിച്ചായിരുന്നു ഞാൻ പോയത്. പക്ഷേ ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, സ്ക്വാഡ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൻസർ ഷീറ്റിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഉത്തരം ഞാൻ എഴുതിയിരിക്കുന്നത് വിത്ത് ഇൻക്രീസ് ഇൻ എൻതാൽപ്പിയാണ്. രണ്ടാമത്തെ ഞാൻ എഴുതിയിരിക്കുന്നത് സീറോ ഓർഡർ എന്നാണ് കേട്ടോ. കാരണം ആ ഗ്രാഫ് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണെങ്കിൽ LN വെച്ചിട്ടല്ലേ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. മൂന്നാമത്തെ ഉത്തരം ഞാൻ എഴുതിയിരിക്കുന്നത് കോപ്പർ എന്നാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു PDF ഞാൻ വായിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു അത് അറിയില്ല, ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് കോപ്പർ എന്നാണ്. ഏഴാമത്തെ ഉത്തരം ഞാൻ എഴുതിയിരിക്കുന്നത് PT ബാർ H2 ബാർ H+, പിന്നെ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആ 2 ബാർ വരച്ചിട്ട് Cu2+ ബാർ Cu എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഡെറിവേഷൻ ആയിരുന്നു വന്നത്. അത് നമുക്ക് ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ വരാൻ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ തന്നെയായിരുന്നു. അപ്പോൾ അത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഒമ്പതാമത്തെ ഞങ്ങൾക്ക് ടീച്ചർ നോട്ട് തന്നതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, അപ്പോൾ അതും എഴുതാൻ പറ്റി. പത്താമത്തെ ഇന്നലെ എക്സാമിനറിൻ്റെ ലൈവിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നലത്തെ ലൈവിൽ ഐ തിങ്ക് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഇതായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ നോക്കിയത്. ഞാൻ ആ ഭാഗം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിച്ചിരുന്നില്ല, ഞാൻ ചോദിക്കുന്നു വിചാരിച്ചതല്ല, പക്ഷെ ഇന്നലെ രാത്രി നോക്കിയ കാരണം എഴുതാൻ പറ്റി. അതുപോലെ തന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആ റിയാക്ഷൻ എഴുതി കൊടുക്കാനും, പിന്നെ ഞാൻ ആ റിയാക്ഷൻ എഴുതിയിട്ടാണ് കേട്ടോ അതിൻ്റെ മേജർ പ്രൊഡക്ട്സ് എഴുതിയത്. കാരണം ഇനി തെറ്റുണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം റിയാക്ഷൻ എഴുതി, എന്നിട്ടാണ് ഞാൻ ഇതാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാമെന്നായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇൻവിജിലേറ്റർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആൻസർ ഷീറ്റിലാണ് ഞാൻ അങ്ങനെ എഴുതി നോക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ 12ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോളിൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു. ഫീനോള് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഞാൻ ആ റിയാക്ഷനായിരുന്നു എഴുതിയിരുന്നത്. പിന്നെ അതിൻ്റെ ആസിഡിക് ക്യാരക്ടർ ഉണ്ടാവാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പിക്രിക് ആസിഡിൻ്റെ ഫോർമേഷനും, അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ വരുന്നത് ടേർഷ്യറി, അത് ആ ഓക്സിജൻ CH3 അതിൻ്റെ അവിടെ ബോണ്ട് പൊട്ടിയിട്ട് ടേർഷ്യറി കാർബണിൻ്റെ അവിടേക്ക് അയഡിൻ വരുന്നതായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൻ്റെ ആയിരുന്നു. 16ാമത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ. 17ാമത്തെ അത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതിയിട്ട് ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു, സെൽ പൊട്ടൻഷ്യൽ അല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് ഓർഡറും മോളിക്കുലാരിറ്റിയും, അതും എളുപ്പം തന്നെയായിരുന്നു. കാരണം ആ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് അവിടെ K കൊടുത്തിട്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നതായിരുന്നു. 3ാമത്തെ ഉത്തരം 9 ടൈംസ് ആയിരുന്നു ആവുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതെ DNF ബ്ലോക്കിൽ നിന്ന് നമ്മൾ PYQയിൽ കാണാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ സ്റ്റഡി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കോസും കോൺസിക്വൻസസും എന്താണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ സൈലത്തിൻ്റെ മോർണിംഗ് ബൂസ്റ്ററിൽ ഉണ്ടായിരുന്ന പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനത്തെ വരില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ സാറ് പറഞ്ഞു ഇങ്ങനത്തെ എങ്ങാനും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയ കാരണം ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അത് കാരണം അത് എഴുതാൻ പറ്റി. അതുപോലെ തന്നെ 22 ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ A വരുന്നത് ആൽക്കഹോള്, പിന്നെ B വരുന്നത് NaI, C മറ്റേ ഡിഹൈഡ്രോ ഹാലോജിനേഷൻ, ബീറ്റ എലിമിനേഷൻ, ആ ഒരു ഇതായിരുന്നു വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ ആൽഡിഹൈഡ് HCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സയനോഹൈഡ്രജൻ ഫോം ചെയ്യും. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനും അതെ നമുക്ക് ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബയോമോളിക്യൂൾസ് നിന്ന് അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ, പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബയോമോളിക്യൂൾസിൽ നിന്ന് വേറെ സ്ട്രക്ചർ വരയ്ക്കാൻ വരുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു, അത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ക്ലാസിഫിക്കേഷൻ വന്നാൽ തന്നെ രക്ഷപ്പെട്ടു. 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ വാൻ ഹോഫ് ഫാക്ടർ, അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു. 28ാമത്തെ ക്വസ്റ്റ്യനും അതെ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളതായിരുന്നു. 29ാമത്തെ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു റിയാക്ഷൻ തന്നെയായിരുന്നു. SN1 റിയാക്ഷൻ
അണ്ടർഗോ ചെയ്യുക ബി ആണ്, കാരണം അത് സെക്കൻഡറി ആണല്ലോ. SN1 റിയാക്ഷൻ്റെ ഓർഡർ വരുന്നത് ടെർഷ്യറി സെക്കൻഡറി പ്രൈമറി എന്നല്ലേ, അപ്പോൾ ബി സെക്കൻഡറി ആയ കാരണം ബി ആണ് ഇതാക്കുക. അതുപോലെ തന്നെ 31ാമത്തെ ക്വസ്റ്റ്യൻ ആൽഡോൾ കണ്ടൻസേഷനും ഹെൽവോൾഹാർഡ് സെലൻസ്കി റിയാക്ഷനും അതെന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ച ഇക്വേഷൻ, അതായത് റിയാക്ഷൻ മാത്രം എഴുതിയാൽ മതി എന്ന്. ഞാൻ റിയാക്ഷൻ മാത്രമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ മാർക്ക് എങ്ങാനും അവർക്ക് കുറയ്ക്കാൻ തോന്നിയാലോ വിചാരിച്ചിട്ട് നമ്മളൊരു സാധ്യത കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ റിയാക്ഷനും എഴുതി, അത് കഴിഞ്ഞിട്ട് ഞാനത് വിവരിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കുള്ളത് മാത്സ് എക്സാം ആണ്. എനിക്കിനി മൺഡേ ആണ് എക്സാം ഉള്ളത്. അപ്പോൾ ഇനി മാത്സിൻ്റെ സ്റ്റഡി വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.